ഗോവിന്ദിൻ്റെ അച്ഛൻ കാറിൻ്റെ ഡോർ തുറന്നു അകത്ത് കിടന്നു. കാർ സ്റ്റാർട്ടാക്കി. നിഖില അകത്ത് കിടക്കും മുന്നേ കാർ സ്റ്റാർട്ടാക്കി മുന്നോട്ടെടുത്തു. എന്നിട്ട് അയാൾ നിഖിലയോടായി പറഞ്ഞു, കയറുന്നെങ്കിൽ പെട്ടെന്ന് കയറൂ. കയറുന്നില്ല, പൊയ്ക്കോളൂ, അവൾ പറഞ്ഞു. കളിക്കാതെ കയറും നിഖിലേ, സമയമായി. അയാൾ ഭാര്യയെ രൂക്ഷമായി നോക്കി. നിഖില പെട്ടെന്ന് പറഞ്ഞു, ഞാൻ വരുന്നില്ല, പറഞ്ഞില്ലേ. അയാൾ കാറിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു, ഈ ഭദ്രനെ നിനക്കും അറിയില്ല. നീ ആരെയാണടി നിന്റെ ഭാവം? നീ ആരെന്നാ ഭാവം? നീ മുതലാളിച്ച് കളിക്കണ്ട കേട്ടോ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. കേറടി കാറിൽ. അയാളുടെ ആക്രോശം കുറച്ച് ഉച്ചത്തിലായി. അഭിമാനക്ഷത ഉണ്ടായ അവർ കാറിൽ കയറാതെ തിരിഞ്ഞു നിന്നു. ദേഷ്യം ഇരച്ചു കയറിയ അയാൾ അവളുടെ കൈ പിടിച്ചു വലിച്ചു. നിഖില അലറി നിലവിളിച്ചു. ശബ്ദം കേട്ടവർ അവരുടെ അടുത്തെത്തി. വിനുവിൻ്റെ ശത്രുക്കളായത് കാരണം കാഴ്ചക്കാരിൽ നിന്നും ഒരാളായി അയാൾ നിന്നു. നിഖില പറഞ്ഞു, ഞാനേ ഇന്ന് നിങ്ങളുടെ കാറിൽ വരുന്നില്ല, പൊയ്ക്കോളൂ. പിന്നെ എപ്പോൾ വരാനാ നിന്റെ പ്ലാൻ? തോന്നുമ്പോൾ വന്നോളാം. അത്യാവശ്യക്കാരൻ, പൊയ്ക്കോ. നിഖിലയുടെ വാക്കുകൾ ഒരു മയവും ഉണ്ടായില്ല. ആഭരണവും വാരിയിട്ട് നിന്നെ കണ്ടാൽ സ്വർണത്തിന് വേണ്ടി നിന്നെ കൊല്ലും. കൊന്നോട്ടെ. നിഖില നിന്ന സ്ഥലത്ത് നിന്നും അനങ്ങിയില്ല. പെട്ടെന്നൊരു ടാക്സി വരുത്തി. അതിൽ അവർ കയറി പുറപ്പെട്ടു. ഗോവിന്ദിൻ്റെ അച്ഛൻ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. കാറിൽ കയറി. പല്ല് കടിച്ചു കോപാകുലനായി കാർ ഡ്രൈവ് ചെയ്തു. മുന്നിലെ കാറിൻ്റെ മുന്നിലെത്താൻ ആ പാഞ്ഞോട്ടത്തിൽ മുന്നിൽ കണ്ട ഓട്ടോറിക്ഷയിൽ ഒന്ന് മുട്ടി. അറിയാതെ പോകാൻ ഭാവിച്ച അയാളെ എല്ലാവരും തടഞ്ഞു നിർത്തി. എല്ലാവരും കാർ വളഞ്ഞു. ഓട്ടോയിൽ ഒരു ഗർഭിണിയാണ് ഇരിക്കുന്നത്. നിന്റെ പണക്കൊഴുപ്പ് തീർക്കുന്നത് പാവങ്ങളുടെ നെഞ്ചത്താണോടാ? ആട്ടോ ഡ്രൈവർ ആക്രോശിച്ചുകൊണ്ട് ഭദ്രന് നേരെ വന്നു. ഭദ്രന് എന്ത് ചെയ്യണമെന്നറിയാതെ പേഴ്സ് തുറന്ന് 1000 രൂപ അയാൾക്ക് നേരെ നീട്ടി. കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ, അയാൾ അയാളോടായി പറഞ്ഞു. കാറ് വന്നു ആട്ടോയിലിടിച്ചാൽ ഒന്നും പറ്റില്ല. പറ്റിയത് എനിക്കല്ലേ. 1000 പോരാ, 10,000 കൊടുക്കണ്ണ, അല്ലെങ്കിൽ അവർ കേസാക്കും, അടുത്തു നിന്നയാൾ പറഞ്ഞു. അതിന് ഒന്നും പറ്റിയില്ലല്ലോ, ഭദ്രൻ അയാളോടായി പറഞ്ഞു. അങ്ങനെയെങ്കിൽ അയാൾ കേസ് കൊടുക്കില്ലേ? കേസൊന്നും വേണ്ട, ഫോൺ പേ ആയാലോ? ഓട്ടോ ഡ്രൈവർ ഓടി വന്നു. 10,000 പോരാ, 20,000 വേണം. തന്ന 1000 ഇങ്ങെടുക്ക്. ഭദ്രൻ അത് വാങ്ങിക്കൊണ്ട് പറഞ്ഞു, താൻ പോയി കേസ് കൊടുക്ക്. അയാൾ പറഞ്ഞത് ഉറച്ച തീരുമാനമാണെന്ന് അയാൾക്ക് ഉറപ്പായി. നിങ്ങളെല്ലാം സാക്ഷിയാണ്. ആട്ടോയിൽ ഇടിച്ചു നിങ്ങൾ. ഭദ്രൻ കാറിൽ നിന്നിറങ്ങി. കാറിൻ്റെയും ഓട്ടോയുടെയും വീഡിയോ എടുത്ത് കൊണ്ട് അയാൾ പറഞ്ഞു, 10,000 മതിയോ? കേസിന് പോകുന്നോ? 10,000 മതി എന്നെല്ലാവരും ഒതുങ്ങി. വീണ്ടും ഭദ്രൻ കാറിൽ യാത്ര തുടർന്നു. വീട്ടിൽ വേറൊരു കാറിൽ വന്നിറങ്ങിയ മകളെ കണ്ട് അമ്മൂമ്മ ഓടിയെത്തി. വിവരങ്ങൾ അറിഞ്ഞു. അവർ പറഞ്ഞു, ഭാഗ്യത്തിന് തട്ടിയെറിയുന്നവനെന്ന് മനസ്സിലായോ ഇപ്പോൾ? നിനക്ക് ഞങ്ങളെ വിളിച്ചറിയിക്കാത്തതെന്ത്? അതല്ല അച്ഛാ, ഗോവിന്ദിൻ്റെ അച്ഛൻ അയാളെ ഓരോന്നും പറഞ്ഞ് വെപ്രാളപ്പെടുത്തി കൊല്ലാൻ നോക്കി. സുഖമായി വന്ന അയാളിപ്പോൾ ICUവിലായി. അതെയോ? ആ മഹാൻ വന്നില്ലേ? ഇല്ലച്ചാ, എന്നെ കൂട്ടാതെ അപമാനിച്ച് സംസാരിച്ചു. സംസാരങ്ങൾ രൂക്ഷമായ ആൾക്കാരും കൂടി എന്നെ അപമാനപ്പെടുത്തി അച്ഛാ. അയ്യോ, കുടുംബത്തിന് നാണക്കേടായല്ലോ മോളെ. അവൻ്റെ കൂടെയല്ലേ നീ വന്നത്? വരാൻ തോന്നിയില്ല അച്ഛാ, എനിക്ക് തീയിൽ ചാടാനാണ് തോന്നിയത്. അത്രയ്ക്കും അവിടെ നിന്ന് ഞാൻ ദഹിച്ചു. നിഖില നടന്ന കാര്യങ്ങളൊക്കെ നിഖിലയുടെ അച്ഛൻ ഭാസ്കരൻ നായരോട് നിരത്തി. അയാൾക്കത് കേട്ടപ്പോഴേ സഹിക്കാനായില്ല. ദേഷ്യം അദ്ദേഹത്തിന് ഇരട്ടിയായി. അയാൾ വേലക്കാരനോടായി പറഞ്ഞു, മോനെ, സ്ട്രോങ് ആയിട്ടൊരു ചായ എടുക്ക്. അവൻ ആവശ്യത്തിന് മദ്യം ഒഴിച്ചു. അതിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടു അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തിച്ചു. ഇത് അച്ഛൻ എന്ത് ഭാവിച്ച? നിഖില അച്ഛനോടായി ചോദിച്ചു. ചുവന്നു തുടുത്ത മുഖം, കണ്ണു രണ്ടും തീക്കനൽ പാറുന്ന നോട്ടവുമായി ഭദ്രൻ വരുന്നതും കാത്ത് അക്ഷമനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അയാൾ.